റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ മൂന്നാമത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റേഷ്യോസിൻ്റെ എല്ലാ ബേസിക്സിനെ പറ്റി നമ്മൾ ഇതിൽ പറയും. റേഷ്യോസ് എങ്ങനെയാണ് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരെയാണ്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് 640 ബോയ്സ് ഇസ്റ്റു ഗേൾസ് എന്ന് പറഞ്ഞിട്ട് 3:5 എന്നും തരാണ്. അപ്പോൾ നമുക്ക് 3:5 എന്ന് പറയുമ്പം അതൊരു വാല്യൂ ആണ്. അപ്പോൾ നമുക്കതിനാ 3x:5x എന്ന് പറയാം. അപ്പോൾ ഈ എക്സ് എത്രയെന്ന് കണ്ടുപിടിച്ചാലേ നമുക്ക് എത്ര ബോയ്സും ഗേൾസും ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോർമലി എന്ത് ചെയ്യും? ബോയ്സ് പ്ലസ് ഗേൾസ് അല്ലേ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് ഈക്വൽ ടു 640 എന്നാണ്. അപ്പം 3x + 5x എന്ന് പറയുന്നത് 640. ദെൻ 8x = 640. അപ്പോൾ x = എത്ര? 80 എന്ന് കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ B:G എന്ന് പറയുമ്പോൾ ബോയ്സ് ഇസ്റ്റു ഗേൾസ് 3:5 ആണെങ്കിൽ അറിയാവുള്ള ആളുകൾ ഈ റേഷ്യോയിൽ വെച്ച് തന്നെ കണ്ടുപിടിക്കും. ഇത്ര സ്റ്റെപ്പ് എഴുതാതെ അതുകൊണ്ട് ഇത് രണ്ടും കൂടി കൂട്ടും. സമ്മായത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ 8, സോ 640 ആണ്. 8 പേരാണ് 640. അപ്പം ഒരാൾ എത്ര ആയിരിക്കും? 640 ÷ 8 80 ആയിരിക്കും. സോ ഇത് 80 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 640 കിട്ടുന്നത്. അപ്പോൾ നമ്മളെ 3 എത്രയാണ്? × 80. അപ്പോൾ എത്ര? 240 എന്ന് കിട്ടും. അടുത്ത നമ്മൾ 5 അല്ലേ? 5 × 80 എത്ര? 400. സോ ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആയിരിക്കും നമ്മൾ മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മളടുത്ത് ഒരു ക്വസ്റ്റ്യൻ വരെയാണ്. A:B = 5:9, B:C = 6:7, ഫൈൻഡ് ABC എന്ന് നമ്മളടുത്ത് ചോദിക്കുകയാണ്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. നമ്മൾ നേരെ താണ്ട ABC എടുത്ത് എഴുതും. എന്നിട്ട് നമ്മൾ AB ഉണ്ടല്ലോ, ABയുടെ താഴെ എത്ര? 5:9 എന്ന് എഴുതും. അടുത്ത് BCയുടെ താഴെ എത്ര? 6:7 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യോടാ? ഈ C നമുക്ക് കിട്ടണം, A കിട്ടണം. അപ്പം നമ്മൾ എന്തോ ചെയ്യും? ഈ സിയുടെ അടുത്ത് കിടക്കുന്ന നമ്പർ ഉണ്ടല്ലോ, ആ ബീനെ നേരെ അങ്ങ് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ആണെങ്കിൽ A കിട്ടാൻ വേണ്ടി B എടുത്തിട്ട് കൊടുത്താൽ മതി. അടുത്തുള്ള സംഖ്യാസനം ഇട്ടാൽ മതി. അപ്പോൾ ഇവിടെ ഒരു D ഉണ്ടെങ്കിൽ ഇവിടെ 9 ആയിട്ട് വരും. മനസ്സിലായി? ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമ്മൾ എന്തോ ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതും. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും നമ്മൾ കൂടുതലും ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് കളയാൻ നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം 5 × 6 എത്ര? 30. 9 × 6 എത്ര? 54. 9 × 7 എത്ര? 63. ഇവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം 3 വെച്ചിട്ട്. അപ്പം 10 എത്രയാണ്? 1, 2, 8 21 എന്ന് കിട്ടും. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് 9:5:9, 5:9:9, 6:9, 6:7 എന്ന് വരികയാണെങ്കിൽ നമ്മൾ അറിയാവുള്ള ആളുകൾ എന്തോ ചെയ്യും? ഇതിൽ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഒരെണ്ണം എടുക്കും. എന്ന് പറയുമ്പം ഇതും വെട്ടിക്കളയല്ലേ. കാരണം ഇതെന്തോന്നാണ്? ഇതും വെട്ടിക്കളയാൻ ഒരിക്കലും പറ്റൂല. സെയിം ആയിട്ട് വരണം. ഇവിടെ നിന്ന് ഇതേണ്ട എന്ന് പറയുമ്പം നമ്മുടെ എയും വെട്ടിക്കളയല്ലേ, ബിയും വെട്ടിക്കളയല്ലേ. അത് മണ്ടത്തരമാണ്. അപ്പം നമ്മൾ എന്തോ ചെയ്യും? ഈ ABCയിൽ കോമൺ ആയിട്ടുള്ളത് എടുക്കും. അപ്പം 3 വെച്ച് ഇതെല്ലാം കട്ട് ചെയ്യാമല്ല. ഇത് 2 പോവും, 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10:18:21 എന്ന് എഴുതാം. സോ എവിടെ വെച്ചാൽ വേണോ നമുക്ക് കട്ട് ചെയ്ത് എഴുതുക. അത്രേ ഉള്ളൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. ഇപ്പം നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം. ഇത് കളയാം. ഇത് രണ്ടിന് പകരം ഞാൻ എടുക്കുകയാണ്. 5:7 5:9 എന്നും വരാണ്. രണ്ട് റേഷ്യോ. അതിൻ്റെ ABC കണ്ടുപിടിക്കണം. നമ്മൾ എന്താണ് പഠിച്ചത്? A:B:C എഴുതുക. ABയുടെ നേരെ താഴെ എടുത്ത് എഴുതുക 5:7, BCയുടെ നേരെ താഴെ 5:9 എന്ന് എഴുതുക. ദെൻ C എന്തോന്നായിരിക്കും? B ആയിരിക്കും. കാരണം അടുത്ത് കിടക്കണ വാല്യൂ 7. A എന്തായിരിക്കും? B ആയിരിക്കും. കാരണം അടുത്ത് കിടക്കണം. ഇങ്ങനെ അടുത്ത് കിടക്കണം എല്ലാം. ഇപ്പം 5 ഇവിടെ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഇവിടെ 5 ആയിരിക്കും ഇല്ലെങ്കിൽ. സോ അത് നമ്മൾ ഈസി കാൽക്കുലേഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? 5 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് നേരെ എഴുതാം 25:35:63. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കണം. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. സോ നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാണ്. A:B എന്ന് പറയുന്നത് 4:15. A:C എന്ന് പറയുന്നത് നമ്മൾ 15:7 ആണ്. അപ്പം നമുക്ക് ഇതാണ്ട 4:15. ഇവിടെയാണ് A കിടക്കുന്നത്. ഇങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? വേറെ ഒന്നും ചെയ്യണ്ട.
നേരെ നമ്മൾ മറ്റേ മെത്തേഡിൽ ചെയ്യൂല, അതേപോലെ തന്നെ എ എവിടെ വന്നാലായിരിക്കും ബിക്കും കോമൺ ആയിട്ട് വരണം, സിക്കും കോമൺ ആയിട്ട് വരണം, നടുക്ക്. അപ്പം B:A:C എന്ന് എഴുതാം. ഇതിനെ തിരിച്ചിട്ടാൽ പോരെ. A:B എന്ന് പറയുന്നത് 4:5 ആണെങ്കിൽ B:A എന്ന് പറയുന്നത് എന്തോന്നായിരിക്കും? 15:4 ആയിരിക്കും. അപ്പം നമുക്ക് നേരെ എന്തോന്ന് എഴുതാം? 15:4 എന്ന് നേരെ താഴെ എഴുതുന്നു. ദെൻ A:C എന്ന് പറയുന്നത് 15:7 എന്ന് എഴുതാം. സോ ദാ 4 അപ്പുറത്ത് കൊണ്ടുപോകണം, ദാ 15 അടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ 15. സോ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പം 15 × 15 225 ഇൻറ്റു ചെയ്യുകയാണെ മൾട്ടിപ്ലിക്കേഷനാണ്. 15 × 4 എത്ര? 60. 4 × 7 എത്ര? 28. സോ ഇതായിരിക്കും നമ്മളെ. അപ്പോൾ നമ്മളടുത്ത് ക്വസ്റ്റ്യനിൽ A:B:C ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതി വെക്കില്ല, ഇങ്ങനെ എഴുതി വെച്ചാൽ തെറ്റായിരിക്കും. അപ്പോൾ A എത്രയാണ്? 60. B എത്രയാണ്? 225. C എത്രയാണ്? 28. സോ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതണം. സോ ഇത്ര എളുപ്പമാണ് എന്തോന്ന്? റേഷ്യോസ്. ഇതെന്തായാലും SSCയിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നതാണ്. ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, 3 നമ്പേഴ്സ് വരെയാണ് എന്ന് പറയുമ്പം ഇഫ് A:B എന്ന് പറയുന്നത് 3:4, A:C എന്ന് പറയുന്നത് 4 ആണ്, B:C എന്ന് പറയുന്നത് എത്ര? 5:7, C:D എന്ന് പറയുന്നത് 8:9. ദെൻ ഫൈൻഡ് A:B:C:D. അപ്പം നമുക്ക് A:B:C:D എന്ന് എഴുതുക. ദെൻ അത് കഴിഞ്ഞ് A:B എത്ര? അതിൻ്റെ താഴെ എടുത്ത് 3:4 എന്ന് എഴുതുക. അടുത്ത് B:C എത്ര? 5:7 എന്ന് എഴുതുക. C:D എന്ന് പറയുന്നത് 8:9 എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്തോന്നാണ് പഠിച്ചത്? ഈ അടുത്ത് കിടക്കണ വാല്യൂസ് എടുത്ത് എഴുതി വെക്കും അല്ലേ? അപ്പം എന്താ ഇവിടെ അടുത്ത് കിടക്കണ ഏതാണ്? 4 ആണ്. അപ്പോൾ ഈ 4 എല്ലായിടത്തും എഴുതി വെക്കും. 4. അപ്പോൾ ഇവിടെ അടുത്ത് കിടക്കണ ഏതാണ്? 5 ആണ്. സോ നമ്മൾ 5 ഇവിടെ എടുത്ത് എഴുതുക. അടുത്ത് ഇവിടെ ഒരു വാല്യൂ കിട്ടണ്ടേ, അത് താണ്ട ഇവിടുത്തെ സൈഡിൽ. അപ്പോൾ നമ്മൾ അടുത്തടുത്ത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിനാണ് നമ്മൾ എടുത്ത് അതിൻ്റെ അടുത്ത് എഴുതി വെക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നിങ്ങൾ പറ. 8 ആയിരിക്കും രണ്ടടുത്ത്. അപ്പം 8. എന്നിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാണെങ്കിൽ എനിക്ക് 4 കട്ട് ചെയ്ത് കളയാം. 4 ഇവിടെ വരും, 4 ഇവിടെ വരും, 4 ഇവിടെ വരും. 4നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള 8 ഇവിടെ വരും. അപ്പം 4 വെച്ച് ഞാൻ കട്ട് ചെയ്ത് കളയാണെങ്കിൽ ഇവിടെ 2 വരും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 10 × 3, 2 × 5, 10 × 3 30. 30:40, 56:63 എന്ന് എഴുതാം. സോ A:B:C:D എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? 30:40:56:63 എന്ന് എഴുതാം. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ അത് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു തരേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് പകരം ഒരു വാല്യൂസ് കൊടുക്കുകയാണ്, നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാനാണ്. 3:4, 6:5, 3:2. ദെൻ ഫൈൻഡ് A:B:C:D. ഇത് കണ്ടുപിടിച്ച് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാനുണ്ട്. എന്ത് എളുപ്പം നോക്കിയേ. കിടന്ന് പാട് വരണോ? ഇങ്ങനെ ചെയ്താൽ പോരെ? ഇങ്ങനെ ചെയ്താൽ മതി. നേരെ നമ്മൾ അടുത്തടുത്ത് കിടക്കുന്ന വാല്യൂസ് അങ്ങ് ഇട്ട് പോയാൽ മതി, വേറെ ഒന്നും ചിന്തിക്കണ്ട. അപ്പം നമ്മളടുത്ത് ഇപ്പം വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇഫ് A:B+C = 3:5 ആൻഡ് B:C+A എന്ന് പറയുന്നത് 5:7 ആണ്. ദെൻ ഫൈൻഡ് A:C എന്ന് നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ നേരെ എഴുതി വെക്കണം, A/1 + B+C എന്ന് പറയുന്നത് 3/5 ആണ്. അടുത്ത് B/C+A എന്ന് പറയുന്നത് എന്താണ്? 5+7 ആണ്. സോ ഇങ്ങനെയുള്ള കേസസിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യണം. എന്തോന്നറിയാമോ? നമ്മൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ A+B+C എന്ന് പറയുന്നത് എന്താണ് ഈ കണ്ടീഷനിൽ? 3+5 എത്ര? 8. അപ്പോൾ ഇവിടെയാണ്. അപ്പം ഞാൻ ഇവിടെ എഴുതി വെക്കണം, ഇതിങ്ങനെ ഒരു സ്ലാഷ് ഇട്ടിട്ട് എഴുതണം. ദാ ഇവിടെ 8 എന്ന് എഴുതണം. സോ അടുത്ത് ഇവിടെ A+B+C ഇത് ഇവിടെ. അപ്പോൾ 7+5 എത്ര? 12. ദാണ്ട 12 കിടക്കണം. അപ്പം നമുക്ക് ഇത് രണ്ടും സെയിം ആക്കിയാലേ നമുക്ക് ഇത് രണ്ടും സെയിം ആവണം. കാരണം എന്താണ്? നമ്മൾ A+B+C ഒരൊറ്റ വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? LCM ഓഫ് എവരുടെ രണ്ടുപേരും സം, ഇത് രണ്ടും സം ഒന്നാവണം. അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. 8 × 12 എത്രയാണ്? 12 ആണ്. 8 × 12 എത്രയാണ്? എത്ര കിട്ടും? നമുക്കൊന്ന് ചെയ്ത് നോക്ക്. 8, 12. അപ്പം 4-ൽ പോവും. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? 2-ൽ പോവും,
4 6 ദെൻ വീണ്ടും 2 വട്ടം 2 3 അങ്ങനെയല്ലേ. അപ്പം 4 അപ്പോൾ ഇവിടെ എന്തോ ചെയ്യും നമ്മൾ എല്ലാം വെച്ച് മൾട്ടിപ്ലൈ ബൈ 3 ചെയ്യും. അടുത്ത് ഇവിടെ ആണെങ്കിലാ 4 × 3 അടുത്ത് × 2 ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാം കൂടി മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം a+b+c/3 × 3 എത്ര 3 × 3 ഡിവൈഡഡ് ബൈ 5 × 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം 9/15 എന്ന് എഴുതാം. എഴുതിക്കൂടെ. അടുത്ത് b/c+a എന്ന് പറയുന്നത് എന്തോന്നാണ് ഈ 2 എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എന്താണ് ഇത് രണ്ടും കൂടി ഇപ്പം കൂട്ടിയപ്പോൾ എത്ര കിട്ടി 24 കിട്ടി. അപ്പോൾ അടുത്ത് 2 വെച്ച് ചെയ്യുമ്പം 5 × 2 ഡിവൈഡഡ് ബൈ 7 × 2 അപ്പോൾ എത്ര കിട്ടടാ 10 ഡിവൈഡഡ് ബൈ 14. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 24 കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ 24 കിട്ടി. സോ നമുക്ക് എങ്ങനെ എഴുതാം നമ്മളെ എയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി 9 എന്ന് കിട്ടി. ബിയുടെ വാല്യൂ 10 എന്ന് കിട്ടി. സോ നമ്മൾ b+c എന്ന് പറയുന്നത് 15 ആണ്. അപ്പം നമ്മൾ ബിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാരണ്ടാ b+c എന്ന് പറയുന്നത് 15 ആണ്. സോ സി എന്ന് പറയുന്നത് 5 ആണ്. മനസ്സിലായ സി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമ്മൾ എ കിട്ടി സി കിട്ടി. അപ്പോൾ നമ്മൾ a/c എന്ന് പറയുന്നത് 9/5 ആണ്. മനസ്സിലായ ഇത്ര എളുപ്പമാണ്. സോ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു ക്വസ്റ്റ്യനും. ഇതേപോലത്തെ ഫോർമാറ്റ് ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ നമ്മുടെ സമ്മ് ഒന്നാക്കണം. കാരണം a+b+c രണ്ടിലും സെയിം ആയാലേ നമുക്ക് പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ എങ്കിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്ത് കാണിച്ചാൽ ഇതേ ഫോർമാറ്റിലുള്ള ഞാൻ ഇവിടെ ഇത് രണ്ടും മാറ്റിയിട്ട് വേറൊരു എത്ര a/b+c എന്ന് പറഞ്ഞാൽ 4:5 അടുത്ത ഞാൻ 1:5 എന്നും കൊടുക്കുകയാണ്. ഇതിൻ്റെ a/c നിങ്ങൾ കണ്ടുപിടിച്ച് എനിക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാനാണ്. ഇത് നിങ്ങൾ ഇപ്പം ഇരുന്ന് ചെയ്യണം. ഹോംവർക്കായിട്ട് ചെയ്യണം. ഇപ്പം ഇരുന്ന് ചെയ്യണം. ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. two number are in the ratio 4:9 if their product is 5184. find the first number എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ബേസിക്സ് യൂസ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഒന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പം ഞാൻ 2 നമ്പേഴ്സ് a/b എന്ന് എടുക്കുകയാണ്. അതിനെ ഞാൻ 4:9 എന്ന് എടുക്കുകയാണ്. അതിൻ്റെ പ്രോഡക്റ്റ് a/b എന്ന് പറയുന്നത് 5184 എന്നാണ്. അപ്പം നമുക്ക് ഈ ബേസിക്സ് യൂസ് ചെയ്യാം എന്ന് പറയുമ്പം നമ്മൾ ഈ കൺവെൻഷൻ മെത്തേഡും ചില ക്വസ്റ്റ്യനിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ ഏതോ ഒരു വാല്യൂസ് ഇല്ലേ ഇവിടെ 4ൻ്റെയും 9ൻ്റെ ഇടയ്ക്ക്. അപ്പം നമുക്ക് 4x = 9x എന്ന്. അപ്പോൾ നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ a/b = 5184. അപ്പം 4x × 9x = 5184 എന്നാണ്. അപ്പം x × x എന്ന് പറയുന്നത് x² = 5184 ഡിവൈഡഡ് ബൈ 4 × 9. അപ്പോൾ നമുക്ക് 4 വെച്ച് കട്ട് ചെയ്യാം. അപ്പം 1 അഗെയിൻ 1 ദെൻ 2 വെച്ച് പോകും 3 9 2 6. സോ ഇത് 9ഉം 1296ഉം കട്ടാവുമല്ലോ. അപ്പം കട്ടാവുമ്പോൾ എന്തോന്ന് കിട്ടും 1 36 എത്രയിൽ പോകും 4 വട്ടം 36 4. അപ്പം x² = 144 എന്ന് കിട്ടും. അപ്പോൾ x √44 എന്ന് വരും. √144 എന്ന് കിട്ടും. എന്താണ് √144 +or-12 എന്ന് കിട്ടും. അതിന് നമ്മൾ +12 എന്ന് എടുക്കുകയാണ്. അപ്പം നമ്മുടെ x +12 എന്ന് കിട്ടിയാൽ 40 × 4 എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് a എന്ന് പറഞ്ഞാൽ 4x which is equal to 4 × 12 എത്ര 48 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായ ഇതാണ് നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ബേസിക്സ്. ഇത് വെച്ചിട്ടായിരിക്കണം നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ബേസിക്സ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യാൻ എല്ലാവരും പഠിക്കണം കേട്ടോ. റൂട്ട് എടുക്കാൻ ഞാൻ പറഞ്ഞില്ല ഒരു 30 വരെ 1 to 30 വരെ അല്ലെങ്കിൽ മിനിമം ഒരു 1 to 25 വരെയെങ്കിലും പഠിക്കണം. 1 to 25 എന്തായാലും പഠിക്കണം നിങ്ങൾ. എങ്കിലാടാ നമുക്കിവിടെ 3:5 വരാണ്. ഇഫ് ദി പ്രോഡക്റ്റ് ഈസ് 240 എന്ന് വരാണ്. അപ്പോൾ നമ്മളെങ്ങനെയാ സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യും. നമ്മൾ a/b എന്ന് പറയുന്നത് നമ്മൾ 3:5 എന്ന് കൊടുക്കുകയാണെങ്കിൽ 3x = 5x ആണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് എത്രയാണ് a/b എന്നാണ് 240 ആണ്. അപ്പം 3x × 5x എന്ന് പറയുന്നത് 240 ആവും. അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്ത് കളയല്ല. 3 ഇതും കട്ട് ചെയ്യുമ്പോൾ 80 എന്ന് കിട്ടും. അഗെയിൻ ഇത് കട്ട് ചെയ്യുമ്പോൾ 16
അപ്പോൾ എക്സ് സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടും. സോ എക്സ് ഇസ് ഈക്വൽ ടു +or-16 എന്ന് കിട്ടിയാൽ അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഞാൻ 16 എന്ന് എടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് നമ്പർ എന്തായിരിക്കും? 3 × 16 എത്ര? 30, 18, 48 എന്നായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മളെല്ലാം ചെയ്യുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. എന്ന് പറയുമ്പം ഇപ്പം ചെറിയ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷൻ കിട്ടിയില്ലെങ്കിൽ ഇപ്പം 16 × 3 ചെയ്യണം പാടാണെങ്കിൽ 10 + 6 × 3 ചെയ്യണം. അപ്പോൾ എത്രയാണ്? 30 + 18 എന്ന് കിട്ടും. അപ്പോൾ എത്ര? 48 എന്ന് കിട്ടും. മനസ്സിലായ? സോ എങ്കിൽ നിങ്ങൾ എനിക്ക് സെക്കൻഡ് നമ്പറും കൂടി കണ്ടുപിടിച്ച് പറഞ്ഞാൽ